നമ്മുടെ സ്പെഷ്യൽ ബീഫ് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ബീഫ് കഴിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 600 ഗ്രാം ബീഫാണ്. നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള മസാല നമുക്ക് ആദ്യം ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 30 ചെറിയുള്ളി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതാണ്. അത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 10 അല്ലി വെളുത്തുള്ളി, അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ ഇതിലേക്ക് വേണ്ടത് കുരുമുളകാണ്, മുഴുവൻ കുരുമുളക്, 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്. അത് നമ്മുടെ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അത്യാവശ്യം ഒന്ന് ചെറിയുള്ളി ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും, പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം, നന്നായിട്ട് ആ പച്ച മണമൊക്കെ മാറണം. ഒരുപാട് കരിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്, അതുപോലെ തന്നെ കളറും ഒരുപാട് നഷ്ടപ്പെടാൻ പാടില്ല. ആ ഒരു രീതിക്ക് വേണം വറുത്തെടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സ് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആ വറുത്തെടുത്ത പാനിലേക്ക് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം 1/4 കപ്പോളം വെള്ളമുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ബീഫ് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഞാനൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ. കല്ലുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. അതാകുമ്പം ബീഫിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബീഫിൽ എന്തായാലും വെള്ളം ഉണ്ടാകും, എന്നാലും ആ മസാല കംപ്ലീറ്റ് എടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതുകൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ബീഫ് ഇപ്പം തന്നെ വേവിച്ചെടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 5-6 വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ എടുക്കുന്ന ബീഫും അതേപോലെ എടുക്കുന്ന കുക്കറൊക്കെ അനുസരിച്ചിരിക്കും വേവ്. ബീഫ് ഒരു 80% വെന്ത് കിട്ടണം, വല്ലാണ്ട് അങ്ങോട്ട് വെന്ത് ഉടയരുത്. ഇപ്പോൾ 6 വിസിൽ വന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റീം കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് ഓപ്പൺ ചെയ്തത്. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ബീഫിൽ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളവും പിന്നെ ബീഫിലുള്ള വെള്ളവും എല്ലാം കൂടെ ഇറങ്ങിയിട്ട് അത്യാവശ്യം നന്നായിട്ട് വെള്ളമുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ബീഫിൻ്റെ വെള്ളം അവിടെ വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു കടായി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ജീരകം നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം നീളത്തിൽ കട്ട് ചെയ്ത തേങ്ങയുടെ കൊത്തും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തേങ്ങയുടെ കൊത്ത് നല്ല ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതും ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത ഒരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. അതും നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി, 2ആയിട്ട് കീറിയിട്ടുള്ള ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയുടെ വലിപ്പം അനുസരിച്ച് 3-4 ഒക്കെ ആയിട്ട് നമുക്ക് കീറിയെടുക്കാം. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വരണം. ഒപ്പം തന്നെ നമ്മുടെ തേങ്ങാക്കൊത്തും കാര്യങ്ങളെല്ലാം ഒന്ന് മൂത്ത് വന്നോളും. ഈ സമയത്ത് ഞാൻ ബീഫ് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. സ്റ്റീലിൻ്റെ കുക്കറൊക്കെ ആയതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബീഫ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പം നമ്മൾ വഴറ്റാൻ വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയൊക്കെ കുറച്ച് സമയമായിട്ടുണ്ടെന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചതച്ച മുളക് 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ എരിവ് നോക്കിയിട്ട് നമ്മുടെ പാകം അനുസരിച്ചുള്ള മുളക് ചേർത്താൽ മതി. നമ്മൾ എടുക്കുന്ന ബീഫിൻ്റെയും നമുക്ക് ഇഷ്ടമുള്ളത്ര എരിവ് അത് അനുസരിച്ചിട്ടുള്ള മുളക് ചേർത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഈ മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ബീഫ് ഏകദേശമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ആ ഗ്രേവിയോടുകൂടി തന്നെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ബീഫിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതെടുക്കാം. അപ്പം എത്രയോളം ഡ്രൈ ആയി വരുന്നോ അത്രയും ബീഫിന് ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ
ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇത്തിരി കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ബീഫ് എത്രത്തോളം ഡ്രൈ ആയി വരണോ അത്രയും ടേസ്റ്റ് കൂടുതലാണ്. അപ്പം ഞാനിവിടെ എൻ്റെ പാകത്തിന് ബീഫ് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലൊരു ബീഫ് കൊച്ചുള്ളി റോസ്റ്റ് ആണ് കേട്ടോ. ഈ രീതിയിൽ നിങ്ങൾ ബീഫ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഇത്തിരി കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ നല്ല അടിപൊളി മണമാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കൊച്ചുള്ളി റോസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ എപ്പോഴും ചൂടുള്ള സാധനങ്ങൾ അടച്ചു വെക്കാനായിട്ട്. അപ്പോൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ബീഫ് കൊച്ചുള്ളി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോടുകൂടി സെർവ് ചെയ്യുക. പൊറോട്ടയുടെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെ ആണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇത് കഴിക്കുക. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കൂടിട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെയും താങ്ക് യു.